രാഷ്ട്രീയ ഗ്യാരണ്ടി പോയെന്ന് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ തന്നെ തിരിച്ചറിഞ്ഞ BJPയും മുംബൈയിലെ ഓഹരി വിപണിയും ഒരുപോലെ ഉലഞ്ഞു. ഫലപ്രഖ്യാപനത്തിൻ്റെ ആദ്യ 2 മണിക്കൂറിൽ തന്നെ 3000-ഓളം പോയിന്റാണ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടിഞ്ഞത്. സത്യപ്രതിജ്ഞയ്ക്കായി രാഷ്ട്രപതി ഭവനത്ത് പുറത്ത് കൂറ്റൻ പന്തലൊരുക്കാനിരുന്ന BJPയുടെ പതനം ആരും പ്രതീക്ഷിച്ചില്ലെങ്കിലും രാജ്യത്തെ ചൂതാട്ട വിപണി എന്ന സട്ട ബസാർ അത് വളരെ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാജ്യത്തെ 10 പ്രധാനപ്പെട്ട സട്ട വിപണികളിൽ 9ലും തൂക്കുസഭയ്ക്കാണ് വാതുവെച്ചത്. വാതുവയ്പ് വിവരം പുറത്തു വന്ന മെയ് അവസാന വാരം മുതൽ ഓഹരി വിപണിയിൽ ഇടിവ് തുടങ്ങി. തിരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞതോടെ കേന്ദ്രത്തിൽ ഇനി ഏകകക്ഷി ഭരണമല്ല കൂട്ടുകക്ഷി ഭരണമാകുമെന്നും സാമ്പത്തിക നയവ്യതിയാനം വരാമെന്നുമുള്ള ധാരണയിൽ ഓഹരി വിപണി കൂടുതൽ ഉലയുകയും ചെയ്തു. മെയ് അവസാന ആഴ്ച 5 ദിനം കൊണ്ട് മുംബൈ ഓഹരി വിപണിയിലെ ആസ്തി മൂല്യ നഷ്ടം 10 ലക്ഷം കോടി രൂപയുടേതായിരുന്നു. വിൽപ്പന സമ്മർദ്ദമേറിയ ആഴ്ചയിൽ 5841 കോടിയുടെ ഓഹരികളാണ് ഇന്ത്യൻ വിപണിയിൽ വിദേശ നിക്ഷേപകർ വിറ്റൊഴിഞ്ഞത്. ഓഹരി വിപണിക്ക് ഏതെങ്കിലും ഒരു സർക്കാരിനോടോ പാർട്ടിയോടോ കൂറില്ലെങ്കിലും ഭരണ തുടർച്ചയും നയങ്ങളുടെ തുടർച്ചയും ഓഹരി വിപണി ആഗ്രഹിക്കുന്നുണ്ട്. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരവസ്ഥ വരുമെന്ന് ചൂതാട്ട വിപണിയുടെ പ്രവചനം ഓഹരി വിപണിയെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു. അത് തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കൂടുതൽ പ്രകടമായി. മഴയുടെ പ്രവചനം മുതൽ ക്രിക്കറ്റും തിരഞ്ഞെടുപ്പ് ഫലവും വരെ ലക്ഷങ്ങളുടെ വാതുവയ്പിലൂടെ പ്രവചിക്കുന്ന സട്ട ബസാറിൻ്റെ മുഖ്യ കേന്ദ്രം രാജസ്ഥാനിലെ ഫലോഡിയാണ്. ക്രിക്കറ്റാണ് അവരുടെ വാതുവയ്പിൻ്റെ മുഖ്യ ഇനം. എങ്കിലും 5 വർഷത്തിലൊരിക്കൽ കിട്ടുന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പറയാൻ അവർ എപ്പോഴും സജ്ജരാണ്. ഫലോഡി സട്ട ബസാർ മെയ് അവസാനം പ്രവചിച്ചത് BJP സഖ്യത്തിന് 300 സീറ്റ് കഷ്ടിച്ച് കിട്ടിയേക്കുമെന്നാണ്. ഫലോഡി ബസാർ മാത്രമാണ് BJP തിരിച്ചു വരുമെന്ന് പറഞ്ഞതും. ഗുജറാത്തിലെ അഹമ്മദാബാദ് സട്ട വിപണി NDAക്ക് 270 സീറ്റ് മാത്രമാണ് പ്രവചിച്ചത്. സൂരറ്റ് വിപണിയാകട്ടെ 282. ബെൽഗാം സട്ട മാർക്കറ്റ് 265ഉം കർണാൽ ബസാർ 263ഉമാണ് പ്രവചിച്ചത്. പാലൻപൂർ സട്ട ബസാർ NDAക്ക് 247ഉം കൊൽക്കത്ത ബസാർ 261 മാത്രമാണ് പറഞ്ഞു വെച്ചത്. വിജയവാഡ 251ഉം ഇൻദോർ 283ഉം ബോറി സട്ട ബസാർ 259ഉം പറഞ്ഞപ്പോൾ പാലൻപൂർ സട്ട ബസാർ 247നാണ് വാതുവെച്ചത്. 1999 മുതൽ 2019 വരെ 5 പൊതുതെരഞ്ഞെടുപ്പ് ഫലവും ഓഹരി വിപണിയിൽ കുതിപ്പിനൊപ്പം ഇടിവിനും കാരണമാക്കിയിട്ടുണ്ട്. 1999 BJP അധികാരത്തിലെത്തുമെന്ന ഫലസൂചന വന്നപ്പോൾ ബോംബെ ഓഹരി വിപണിയിൽ 5.65% വർധന ഉണ്ടായി. എന്നാൽ 2004 ഒന്നാം UPA സർക്കാർ അധികാരത്തിലെത്തുന്ന സൂചന കിട്ടിയതോടെ 6% ഇടിവുണ്ടായി. 2009 രണ്ടാം UPA സർക്കാർ വന്നപ്പോഴാകട്ടെ 17% കുതിപ്പാണ് ഉണ്ടായത്. അത് ഭരണ തുടർച്ചയുടെ ഫലമായിരുന്നു. 2014 ആദ്യ മോദി സർക്കാർ വന്നപ്പോഴാകട്ടെ 1% ഇടിയുകയാണ് ഉണ്ടായത്. അതേ അനുഭവം 2019 ഫലം വന്നപ്പോഴും ഉണ്ടായി. ഭരണ തുടർച്ചയ്ക്ക് വ്യത്യസ്തമായ 2 ഫലങ്ങൾ. മോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ആദായ നികുതി ഘടനയിൽ മാറ്റം വരുത്തുമെന്ന പ്രചാരണവും ഓഹരി വിപണിയിൽ ആശങ്ക വരുത്തിയിരുന്നു. ആരാണിതൊക്കെ പടച്ചുവിടുന്നത് എന്ന് മാത്രമായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ പ്രതികരണം. എന്നാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പ് ഓഹരികൾ വാങ്ങിക്കോളൂ, പിന്നീട് പിടിച്ചാൽ കിട്ടില്ലെന്നാണ്. അതെന്തായാലും ഇവരുടെ പ്രസ്താവനയൊന്നും മുഖവിലയ്ക്കെടുക്കാൻ ഓഹരി ദല്ലാൾമാർ തയ്യാറായില്ല. അവർ വിശ്വസിച്ചത് ചൂതാട്ട വിപണിയെ മാത്രമാണ്. ചൂതാട്ട വിപണി എന്ന സട്ട ബസാറിന് സ്വന്തമായി അന്വേഷണ സംവിധാനമൊന്നുമില്ല. ആശ്രയിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ജാതി, മതം, സാമ്പത്തിക നില, പാർട്ടിയുടെ ശേഷി, മണ്ഡലത്തിലെ സ്ഥിതി, പൊതുവികാരം എന്നിവയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേവല നിഗമനം ശരിയായ തിരഞ്ഞെടുപ്പ് ഫലത്തോട് അടുത്തു നിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്നത്.